ഹലോ. ഫ്രഞ്ച് സാഹിത്യത്തിലെ അനർഘസുന്ദരമായ ഒരു നോവലുണ്ട്, ദ ലിറ്റിൽ പ്രിൻസ്. ആന്റോയിൻ ഡെ സെയിന്റ് എക്സ്യൂപറി എന്ന മനുഷ്യൻ എഴുതിയ സുന്ദരമായ കൊച്ചു രാജകുമാരൻ്റെ ലോക പര്യടനത്തിൻ്റെ കഥ. ചെറിയ രാജകുമാരൻ ഒരിക്കൽ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളെയൊക്കെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. കൂട്ടത്തിൽ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിലേക്ക് എത്തിയ രാജകുമാരൻ ഒരു റോസാപ്പൂവിനെ കണ്ട് റോസപ്പൂവിനോട് ആ കുഞ്ഞു രാജകുമാരൻ തൻ്റെ പ്രണയം തുറന്നു പറയുന്നു. മറുപടിയായി റോസപ്പൂവ് തനിക്കും രാജകുമാരനെ ഇഷ്ടപ്പെട്ടുവെന്ന് അറിയിച്ചു. തുടർന്നുള്ള സംഭാഷണത്തിനിടയിൽ രാജകുമാരൻ റോസപ്പൂവിനോട് പറഞ്ഞു, അതെ, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കേട്ടോ. സ്നേഹിക്കുക എന്നാൽ എന്ത് സംഭവിച്ചാലും കൂടെ ഉണ്ടാവുക എന്നതാണ്. അത് സ്നേഹിക്കുന്നവരോടുള്ള കടപ്പാടുകൊണ്ടല്ല, സ്നേഹിച്ചതിനെ സ്വന്തമാക്കിയതും കൊണ്ടല്ല. നിശബ്ദമായ സൗഹൃദത്തിൻ്റെയും പ്രണയത്തിൻ്റെയും തിരഞ്ഞെടുപ്പ് കൊണ്ടാകണം. നിന്നിലെ പ്രണയത്തെ തകർക്കാൻ ഋതുഭേദങ്ങൾക്കോ കാലാവസ്ഥകൾക്കോ കൊടുങ്കാറ്റിനെയോ ശൈത്യത്തിനെയോ ചൂടിനെയോ അനുവദിക്കരുത്. രാജകുമാരൻ തുടരുന്നു, നമ്മൾ സ്നേഹം നൽകുമ്പോൾ അതില്ലാതാകുന്നില്ല, അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. കേട്ടുനിന്ന് റോസപ്പൂവ് മറുപടി പറഞ്ഞു, രാജകുമാര, അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. രാജകുമാരൻ പുഞ്ചിരിച്ചുകൊണ്ട് റോസപ്പൂവിനോട് പറഞ്ഞു, എന്റെ കുഞ്ഞു റോസപ്പൂവെ, മനസ്സിലാക്കിയാൽ പോരാ, സ്നേഹം ജീവിക്കണം, അത് ജീവിക്കണം. എന്ത് രസകരമായ ഒരു ജീവിത നിരീക്ഷണമാണല്ലേ. ചിലപ്പോൾ നിന്നോടും ആളുകൾ പറഞ്ഞിട്ടുണ്ടാകാം, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണെന്ന്. അങ്ങനെ ഉള്ളവരോട് നീ പറയണം, എനിക്ക് വേണ്ടി മരിക്കണ്ട. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം നീ ജീവിച്ചു കാണിക്കണം. കാരണം എന്താണെന്നറിയാമോ? മരണം ഒരു തരത്തിൽ എളുപ്പമാണ്, എന്നാൽ കാലത്തിന് ഋതുഭേദങ്ങൾക്ക് നിറഭേദം വരുത്താൻ സാധിക്കാത്ത വിധം തനിമ ചോരാതെ ദീർഘകാലം സ്നേഹം ജീവിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചില മനുഷ്യരെങ്കിലും പറയുന്നത്, എല്ലാവർക്കും എല്ലാ കാലത്തേക്കും എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കില്ല. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് സ്നേഹത്തിന്റെ തീവ്രത ഒരുപക്ഷെ കുറയാം. അങ്ങനെ കുറഞ്ഞാൽ പോലും എന്ത് സംഭവിച്ചാലും കൂടെ നിൽക്കാം എന്നുള്ള ഉറപ്പിന്റെ പേരാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. വേദഗ്രന്ഥത്തിലെ ചില മനോഹരമായ ഭാഗങ്ങളുണ്ട്. നസ്രായന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ ഒരാളായിരുന്നു പത്രോസ് എന്ന മനുഷ്യൻ. നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടുകൂടെ നസ്രായൻ അവന്റെ മുഖത്തേക്ക് നോക്കി. കാരണം നാളെ നേരം പുലരുന്നതിന് മുൻപ് ഇതേ മനുഷ്യൻ തന്നെ തള്ളി പറയുമെന്ന് നസ്രായൻ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെയല്ലേ നമ്മെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ പലരും പാതി വഴിയിൽ നമ്മെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക്. പറച്ചിലുകൾ മാത്രമല്ലല്ലോ, അതിനപ്പുറം കൂടെ നിൽക്കാനുള്ള മനസ്സിന്റെ പേരാണ് പ്രണയം, സ്നേഹം. അത് കാമുകന്മാർക്കിടയിലായാലും പരസ്പരമുള്ള മാനുഷിക ബന്ധങ്ങൾക്കിടയിലായാലും സൗഹൃദങ്ങളിലായാലും കൂടെ നടക്കാമെന്ന് ഉറപ്പാണത്. വാഗ്ദാനങ്ങളുടെ പെരുമഴ സമ്മാനിച്ച് പിന്നീട് അപ്രത്യക്ഷരായി പോകുന്നതല്ല. ഏത് കഷ്ടങ്ങൾക്കിടയിലും നഷ്ടങ്ങൾക്കിടയിലും ചേർന്നു നിൽക്കാമെന്നുള്ള ഉറപ്പിന്റെ പേരാണത്. ചേർന്ന് നടക്കാമടോ, സ്നേഹിക്കാം. സ്വന്തമാക്കലുകൾക്കപ്പുറം ഇനി എന്തൊക്കെ സംഭവിച്ചാലും കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് അവർക്ക് കൊടുക്കണം. ഇതെല്ലാം പറയുമ്പോഴും സ്നേഹം ജീവിക്കാൻ തുടങ്ങുമ്പോൾ മരണം സുനിശ്ചിതമാണ് കേട്ടോ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദി ലാസ്റ്റ് മീനിങ് ഓഫ് ലവ് ഈസ് ഡെത്ത്. സ്നേഹിക്കുക എന്നാൽ മരിക്കുക എന്ന് തന്നെയാണ്. വെറുതെ മരിക്കുകയല്ല, സ്നേഹത്തിന് വേണ്ടി ജീവിച്ച് മരിക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെയും എനിക്ക് നസ്രായനെ തന്നെയാണ് ഇഷ്ടം. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല എന്ന് പറയുക മാത്രമല്ല, സ്വന്തം ചങ്കില ചോര കൊണ്ട് അതിവിശാലമായ ഒരു പ്രണയത്തിന്റെ കാവ്യം അയാൾ എഴുതി തീർത്തു. അത് ലോകത്തിന്റെ മാതൃകയായി അയാൾ നൽകുകയും ചെയ്തു കേട്ടോ. അങ്ങനെ സ്നേഹത്തിന്റെ വഴികളിൽ നമുക്ക് സഞ്ചരിക്കാം, തനിമ ഒട്ടും ചോരാതെ, നിറഭേദങ്ങളില്ലാതെ, തീവ്രത കുറയാതെ. നിനക്ക് എന്നോട് പഴയ സ്നേഹമില്ല എന്നുള്ള പരിഭവങ്ങൾ കേൾപ്പിക്കാതെ മുന്നോട്ട് പോകാം. To love is to be sure that whatever happen, you will be there, not by obligation, not by possession, but by choice, in a silent company. ശരിയല്ലേ? കാലങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത, തിരുത്തി എഴുതാൻ പറ്റാത്ത തീവ്രമായ സ്നേഹസഞ്ചാരങ്ങൾ നീ തുടരട്ടെ. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.